വെൽക്കം ടു കാരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഷഫ്നയാണ്. ഹായ് ഷഫ്ന. ഹായ്. ഷഫ്ന ഏത് കോഴ്സാ അവോധയിൽ പഠിച്ചേ? ഞാൻ ഓട്ടോകാഡ് 3ds മാക്സ് റിവിറ്റ് 3 സോഫ്റ്റ്വെയർ. ഓക്കെ. എന്തായിരുന്നു ഈ കോഴ്സ് എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എന്തുകൊണ്ട് ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നേ? അതെനിക്ക് പ്ലാനിങ്ങിനോടും ഡിസൈനിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. ഓക്കെ. എന്തായിരുന്നു ഇതിന് മുന്നേയുള്ള ക്വാളിഫിക്കേഷൻ എന്താ? ഡിഗ്രി ആയിരുന്നോ? ബിടെക് സിവില്. ഓക്കെ. ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് ചെറിയൊരു ബേബി ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ വർക്ക് ഫ്രം ഹോം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റി. ഓക്കെ. എന്തുകൊണ്ടാണ് അവോധ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞാൻ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് അവോധ. പിന്നെ എനിക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ കോഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്നത് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പൊ ഓക്കെ. അതുകൊണ്ടാണ്. ഡയറക്ട്ലി അബോധ ചൂസ് ചെയ്യാണോ ചെയ്തത്? അതോ ഇതിനു മുന്നേ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഫർ ചെയ്തായിരുന്നോ? ഇല്ലില്ല. ഞാൻ ഡയറക്റ്റ് ചൂസ് ചെയ്തത്. ഓക്കെ. ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഷഫ്നയുടെ ലൈഫില് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് 3 സോഫ്റ്റ്വെയറും നന്നായിട്ട് പഠിക്കാൻ പറ്റി. ഇപ്പൊ ഓക്കെ. ഓട്ടോകാഡും 3ds മാക്സ് റിവിറ്റും 3 സോഫ്റ്റ്വെയറും നന്നായിട്ട് പഠിക്കാൻ പറ്റി. ഇപ്പൊ എന്റെ ടൈമിനനുസരിച്ച് എനിക്കെല്ലാം പഠിക്കാൻ പറ്റി. ഓക്കെ. ഷഫ്ന ഇതില് നമുക്ക് എല്ലാം റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അതേപോലെ ട്യൂട്ടേഴ്സ്, ഡൗട്ട്സ് ക്ലിയറൻസ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അബോധയിൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ക്ലാസ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നല്ല ക്ലാസ് തന്നെയായിരുന്നു. ഓക്കെ. പിന്നെ ഡൗട്ട് സെക്ഷനും എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ നമുക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എല്ലാം. ഓക്കെ. ടീച്ചേഴ്സ് ഒക്കെ വളരെ സപ്പോർട്ടീവ് ആയിട്ടാണോ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നത്? അതെ. നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ജാബ് പ്രോഗ്രാം? ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? ഷഫ്ന ജോയിൻ ചെയ്തിരുന്നോ? ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കി തന്നിരുന്നോ? ഫ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു 3 മാസത്തെ. ഓക്കെ. ജാബ് പ്രോഗ്രാം കഴിഞ്ഞ പാടെ തന്നെ. ആ ഓക്കെ. ഇപ്പൊ എത്ര ഡ്യൂറേഷൻ ആയി ഷഫ്ന ഇത് പഠിച്ചു കഴിഞ്ഞിട്ട്? ഇപ്പോ 3 മന്ത്സ് കഴിഞ്ഞു. ഓക്കെ. ആഫ്റ്റർ ബിടെക് ആയിരുന്നോ ചെയ്തത്? അതോ ബിടെക് അറ്റ് എ ടൈം രണ്ടും കൂടി ചെയ്തതാണോ? അല്ലല്ല, ആഫ്റ്റർ ബിടെക്. ഓക്കെ. ജാബ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തായിരുന്നു അല്ലേ അപ്പൊ? ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനി ഏതാണ്? മാപ്പിഡ്. മാപ്പിഡിലാണ്. എങ്ങനെയുണ്ട് ഇന്റേൺഷിപ്പിന്റെ ഒരു പ്രോഗ്രാമും വർക്കിംഗ് ഹവേഴ്സും ആഹ് കാര്യങ്ങളും? കുഴപ്പമില്ല. ഞാൻ ഇന്റീരിയറിലാ ചെയ്യണത്. ഓക്കെ. ഇന്റീരിയർ വർക്കിംഗ് നോക്കിയിട്ട് ഡിസൈനിങ്ങിലാണ് ഇപ്പൊ ചെയ്യണത്. മികച്ചതായിട്ട് തോന്നുന്നുണ്ടോ? അതോ കുറച്ചും കൂടി ബെറ്റർ ആയി വരുന്നുണ്ടോ? ആദ്യം നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ഇതുവഴി നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ആസ് എ മദർ ഇയാൾക്ക് എളുപ്പമായിരിക്കും അല്ലേ? എളുപ്പാണ്. ഓക്കെ. ഇപ്പൊ കോഴ്സിലാണെങ്കിലും എനിക്ക് എളുപ്പമായിരുന്നു. ഇപ്പൊ എനിക്ക് പറ്റുന്ന ടൈമിൽ എനിക്ക് കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എല്ലാം പഠിക്കാനൊക്കെ പറ്റി. ഓക്കെ. സ്വപ്ന, നമുക്ക് നമ്മുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓൺലൈനിൽ 2800 റുപ്പീസ് ആണല്ലോ. അപ്പൊ ആ ഒരു ആ റുപ്പീസിന് എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിക്ക്, അതായത് എല്ലാം എ ടു സെഡ് പഠിപ്പിച്ച് തരുന്ന രീതിക്കായിരുന്നു നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ? വർത്ത് ആയിരുന്നോ ആ ഒരു പൈസ? അതെ. അതെ. ഓക്കെ ഷഫ്ന, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് Career Talks with us. Thank you so ഓക്കെ. much. താങ്ക് യു.